എക്സസൈസ് 4.1 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻ എ ഹോസ്റ്റൽ സ്പീക്കിംഗ് ഡിഫറെൻറ്റ് ലാംഗ്വേജസ് ഈസ് ഗിവൺ ബിലോ. ഡിസ്പ്ലേ ദ ഡാറ്റ ഇൻ എ പൈ ചാർട്ട്. ഒരു ഹോസ്റ്റലിലെ ഡിഫറെൻറ്റ് ലാംഗ്വേജ് സംസാരിക്കുന്ന കുട്ടികളുടെ എണ്ണമാണ്, നമ്പേഴ്സാണ് താഴെ തന്നിരിക്കുന്നത്. അത് യൂസ് ചെയ്ത് നമുക്കൊരു പൈ ചാർട്ട് വരയ്ക്കണം. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ പൈ ചാർട്ട് വരയ്ക്കാനായിട്ട് നമുക്ക് ആദ്യം ഓരോന്നിൻ്റെയും ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അതിനുശേഷം സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. എന്നിട്ടാണ് പൈ ചാർട്ട് വരയ്ക്കേണ്ടത്. അപ്പോൾ ഹിന്ദിക്ക് 40, ഇംഗ്ലീഷിന് 12 സ്റ്റുഡൻസ്, മറാത്തിക്ക് 9 സ്റ്റുഡൻസ് സംസാരിക്കും അല്ലേ, തമിഴ് 7 സ്റ്റുഡൻസ്, ബംഗാളി 40, ടോട്ടൽ സ്റ്റുഡൻസ് 72. ഇതിൻ്റെയൊക്കെ നമുക്ക് ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്കൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. നമ്മളൊരു ടേബിൾ വരച്ചിട്ടുണ്ട്, 4 കോളമുള്ള ടേബിൾ. അപ്പോൾ ഇതുപോലെ ടേബിൾ വരച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് കോളം ലാംഗ്വേജ്, സെക്കൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ്, തേർഡ് കോളം ഫ്രാക്ഷൻ, ഫോർത്ത് സെൻട്രൽ ആംഗിൾ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫ്രാക്ഷൻ. എല്ലാം ഫ്രാക്ഷനിലോട്ട് മാറ്റിയിട്ട് വേണം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഹിന്ദി സംസാരിക്കുന്ന കുട്ടികളുടെ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഫ്രാക്ഷൻ കാണാനായിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലേ. നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ലാംഗ്വേജ് ആണോ സംസാരിക്കുന്നത് ആ നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഇപ്പോൾ ഹിന്ദി ആണെങ്കിൽ 40, അപ്പോൾ ആ 40 അതാണ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ ഏത് ലാംഗ്വേജ് ആണോ സംസാരിക്കുന്നത് അതിലത്തെ കുട്ടികളുടെ എണ്ണമാണ് നമുക്ക് ന്യൂമറേറ്ററായിട്ട് ഇതുണ്ട്. ഇപ്പോൾ ഇവിടെ ഹിന്ദിയാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഹിന്ദിയുടെ എത്രയാണ്? 40 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയാണ്? 72. 40/72. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ 40/72 ചെറിയ ഇതായിട്ട് മാറ്റണം, നമ്പറായിട്ട് മാറ്റണം, അല്ലാതെ ഷോർട്ടാക്കി മാറ്റണം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കേണ്ടത് ഈ രണ്ടും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതായത് ഏതിൻ്റെങ്കിലും കോമൺ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതാണോ നോക്കാം. അപ്പോൾ 40യും 72യും എന്തിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതാ? 8 അല്ലേ. 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ വരുന്നതാണ് 40യും 72യും. ഇപ്പോൾ 40 എത്ര? രണ്ടിനെ അപ്പോൾ എത്ര വെച്ച് ഡിവൈഡ് ചെയ്യാം? 8 വെച്ച്. നമ്മൾ ഈ ഷോർട്ടാക്കുമ്പോഴത്തേക്കും നമ്പർ ചെറുതാക്കുമ്പോഴത്തേക്കും ന്യൂമറേറ്ററേയും ഡിനോമിനേറ്ററിനെയും ഒരേ സംഖ്യ കൊണ്ട് വേണം ഡിവൈഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ 40നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 കിട്ടും. 5 8s are 40. ഇനി 72നെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 കിട്ടും. 9 8s are 72 അല്ലേ. 5 8s are 40, 9 8s are 72. അപ്പോൾ ആൻസർ എത്ര കിട്ടി? ഹിന്ദിയുടെ ഫ്രാക്ഷൻ 5/9. ഇനി നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇംഗ്ലീഷിൻ്റെ ഫ്രാക്ഷൻ അല്ലേ. നമുക്കിനി ഇംഗ്ലീഷിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. ഇംഗ്ലീഷ് സംസാരിക്കുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണ്? 12 ബൈ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 72. 12/72. ഇപ്പോൾ രണ്ടും ഒന്നല്ലേ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് പോകാം. 12/72. രണ്ടും ഈവൻ നമ്പർ ആയതുകൊണ്ട് നമുക്ക് 2 വെച്ച് ചെയ്തു പോകാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്ത് നോക്കാം. 12നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 72 കിട്ടുന്നത്? 6 വെച്ച്. 6 2s are 12, plus 1 6 are 6, 6 plus 1 7, 72. അപ്പോൾ അതായത് 1/6. അല്ലെങ്കിലോ ഇങ്ങനെ ചെയ്യാൻ അറിഞ്ഞുകൂടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് 12 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ 6 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 3 2s are 6, ബാലൻസ് 1, 6 2s are 12. ഇനി 6 കൊണ്ട് ഡിനോമിനേറ്റർ 36 ഉണ്ട്. 6ഉം 36ഉം എന്തിൻ്റെ മൾട്ടിപ്പിളാണ്? 6 6 are 36 അല്ലേ. അപ്പോൾ 6 6 are 36. അപ്പോൾ എത്ര കിട്ടും? 1/6 ഉണ്ടോ? ഇങ്ങനെയും കിട്ടും. ഇപ്പോൾ 2 വെച്ചാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 സ്റ്റെപ്പ് കൂടുതൽ ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ അതിൽ നമുക്ക് 12/72 1/6 ആയിട്ട് കിട്ടി. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം.
ടൈം അനുസരിച്ച് നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ടേബിളൊക്കെ നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ വേഗം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൻ്റെ എത്ര കിട്ടി ഫ്രാക്ഷൻ? 1/6. ഇനി നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്തിൻ്റെ ഫ്രാക്ഷനാണ്? മറാത്തിയുടെ എത്രയാണ്? 9 സ്റ്റുഡൻസ് സംസാരിക്കും. ടോട്ടൽ സ്റ്റുഡൻസ് 72. 9ഉം 72ഉം എന്തിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണതാ? 9ൻ്റെ ടേബിളിൽ അല്ലേ? രണ്ടിനെയും നമുക്ക് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1 9s are 9, 8 9s are 72. ആൻസർ എത്ര? 1/8. 1/8. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് തമിഴിൻ്റെ കണ്ടുപിടിക്കാം നമുക്ക്. സംസാരിക്കുന്ന കുട്ടികളുടെ എണ്ണം 7, ടോട്ടൽ 72. 7/72. ഈ 7 എന്നുള്ളതിൻ്റെ ടേബിളിൽ 72 വരുന്നുണ്ടോ? ഇല്ല, 7ൻ്റെ ടേബിളിൽ 72 വരുന്നില്ല. അപ്പോൾ നമുക്കിതിനെ ഷോർട്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതാക്കാൻ പറ്റില്ലെങ്കിൽ അത് അതുപോലെ തന്നെ എഴുതുക. 7/72. ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ബംഗാളി ലാംഗ്വേജ് സംസാരിക്കുന്ന കുട്ടികളുടെ എണ്ണം എത്രയായിരുന്നു? 4/72. ഒന്നല്ലേ നമുക്ക് 2 വെച്ച് വെട്ടി പോകാം, അല്ലെന്നുണ്ടെങ്കിൽ 18 × 4 ആണ്. 2 ബാലൻസ് 3, 1 4s are 4, 4 + 3 7, 72. 18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 × 4 ആണ് 72. അപ്പോൾ 1/18 കിട്ടും. അല്ലെങ്കിൽ എങ്ങനെ ചെയ്യാം? 4/72. രണ്ടിനെ നമുക്ക് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ലാസ്റ്റ് 1/18 തന്നെ കിട്ടും. രണ്ടിനും ഇതിൽ കിട്ടണം. ഇപ്പോൾ ഇതിന് 2 ചെയ്യുമ്പോൾ 2 കിട്ടും അല്ലേ? ഇതുമ്പോൾ 3 2s are 6, ബാലൻസ് 1, 2/36 കിട്ടും. പിന്നെ 2/36നെ വീണ്ടും 2 വെച്ച് ചെയ്യുക. അപ്പോൾ 1 2s are 2, ബാലൻസ് 1 8 ഉണ്ടോ? അപ്പോൾ 3 1/18. ഇങ്ങനെ 2 വെച്ച് ചെയ്യുമ്പോഴത്തെ കുറച്ച് 2 സ്റ്റെപ്പ് കൂടുതൽ വരും. ഇപ്പോൾ 1/18, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ചെയ്യുമ്പോൾ 1/18. ബംഗാളി സംസാരിക്കുന്ന കുട്ടികളുടെ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചു. 1/18. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമുക്ക് എന്താ നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത്? സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചതിന് ശേഷമാണ് നമുക്ക് പൈ ചാർട്ട് വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്കിനി സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് സെൻട്രൽ ആംഗിളിൻ്റെ ഹിന്ദിയുടെ സെൻട്രൽ ആംഗിളാണ്. ഹിന്ദിയുടെ നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. ഇങ്ങനെയോ കിട്ടിയേക്കണം. നമുക്ക് ഫ്രാക്ഷൻ എത്രയാണ്? 5/9. അതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ സെൻട്രൽ ആംഗിൾ കിട്ടും? × 360. അപ്പോൾ നമ്മളിത് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? നേരത്തെ പ്രോബ്ലംസ് ഒക്കെ ഇത് ചെയ്ത് നമ്മൾ പഠിച്ചില്ലേ അത്? ഇനി 5/9 × 360 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹിന്ദിയുടെ സെൻട്രൽ ആംഗിൾ കിട്ടും. നമുക്കറിയാം 9ഉം 36ഉം 9 4s are 36. അപ്പോൾ 5 × 40 വരും. 5 × 40 200. അപ്പോൾ സെൻട്രൽ ആംഗിൾ എത്രയാണ്? ഹിന്ദിയുടെ 200 ഡിഗ്രി. ഓക്കെ, ഇനി നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഇംഗ്ലീഷിൻ്റെ സെൻട്രൽ ആംഗിൾ. കണ്ടുപിടിക്കേണ്ടത് അതിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്? 1/6 × സെൻട്രൽ ആംഗിൾ ആക്കാൻ 360. 6ഉം 36ഉം 6 6 are 36. 1 × 60 60. 60 ഡിഗ്രി. നെക്സ്റ്റ് മറാത്തി. അതിൻ്റെ ഫ്രാക്ഷൻ 1/8 × 360. ഇത് കട്ട് ചെയ്യാൻ 8 36ലെ 4 ടൈംസ്. അപ്പോൾ 8 4s are 32, ബാലൻസ് 4. അപ്പോൾ അവിടെ 40 വരും. 8 5s are 40.
അപ്പോൾ നമുക്ക് 45. മറാത്തി എത്ര കിട്ടി? 45 ഡിഗ്രി. മറാത്തി 45 ഡിഗ്രി. ഇനി തമിഴ് ചെയ്താൽ തമിഴ് 10/72 ഇൻറ്റു 360. രണ്ടിനും 2 വെച്ച് നമുക്ക് ഷോർട്ടാക്കാം. 3 2s are 6, balance 1, 6 2s are 12. ഇവിടെ 1 2s are 2, balance 1, അപ്പോൾ 8 2s are 16, 0. ഇനി ഇത് രണ്ടും വീണ്ടും കട്ടായി പോകല്ലോ. 6ൻ്റെ ടേബിൾ അല്ലേ? 6 6 are 36, 6 3s are 18. അപ്പോൾ 30/6. 6ഉം 30ഉം 5 times. അപ്പോൾ 7 into 5 35. 35 degree. Next Bengali. ഫ്രാക്ഷൻ എത്രയാ? 1/18. 1/18 ഇൻറ്റു 360. 9ൻ്റെ ടേബിളിൽ പോകുന്നതാണ് 18ഉം 36. അപ്പോൾ 9ൻ്റെ ടേബിളിൽ വെച്ചാൽ 2 9 2s are 18, 9 4s are 36. ഈ 0 അതുപോലെ തന്നെ 0. അപ്പോൾ ഈ 2ഉം 14 ഡിവൈഡ് ചെയ്യാമല്ലോ. 2 വെച്ച് തന്നെ 2 2s are 4, 20. എത്ര കിട്ടി? 20. നിങ്ങളും ഒരു പേപ്പറും പേന എടുത്തിട്ട് ചെയ്ത് നോക്കണം കേട്ടോ. എന്നാലും ആ വെട്ടി വന്നത് നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ബംഗാളിയുടെ സെൻട്രൽ ആംഗിൾ എത്ര കിട്ടി? 20 ഡിഗ്രി. അപ്പോൾ ഹിന്ദിയുടെ സെൻട്രൽ ആംഗിൾ 200 ഡിഗ്രി. ഹിന്ദിയുടേത് 200, ഇംഗ്ലീഷിൻ്റേത് 60 ഡിഗ്രി. മറാത്തി 45 ഡിഗ്രി. തമിഴിൻ്റെ സെൻട്രൽ ആംഗിൾ 35 ഡിഗ്രി. ബംഗാളി 20 ഡിഗ്രി. ഓക്കെ, ഇനി നമുക്ക് ഈ സെൻട്രൽ ആംഗിൾ ഉപയോഗിച്ച് എന്ത് വരയ്ക്കണം? പൈ ചാർട്ട് വരയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു സർക്കിൾ വരയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ള റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചതിന് ശേഷം ഈ സെൻട്രൽ ആംഗിളിൽ ഓരോ ആംഗിൾസും നമുക്ക് അടയാളപ്പെടുത്താം. ഒരു ലൈൻ വരയ്ക്കാം. ഇത് റേഡിയസ് ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇനി ഇതിൽ നിന്നും നമുക്ക് ഓരോ ആംഗിൾസ് മാർക്ക് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഞാൻ ആ റേഡിയസ് വരച്ചതിൻ്റെ അവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ടുണ്ട്. സെൻട്രലായിട്ട് വേണം പ്രൊട്രാക്ടറിൻ്റെ സെൻറ്ററും വരാനായിട്ട്. കണ്ടോ, ഇതിൽ വെച്ചേക്കണോണ്ട്, ഈ പിക്ചറിൽ നമ്മൾ വെച്ചേക്കണോണ്ട് ഇതുപോലെ വേണം പ്രൊട്രാക്ടർ വെക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കും ഫസ്റ്റ് ഹിന്ദി 200 ഡിഗ്രി ഇല്ലല്ലോ, പ്രൊട്രാക്ടറിൽ 180 അല്ലേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ആദ്യം മെഷർ ചെയ്യേണ്ട. ബാക്കിയുള്ള ആംഗിൾസ് മെഷർ ചെയ്ത് വരുമ്പോൾ ബാലൻസ് അത് കിട്ടും. അപ്പോൾ അത് നോക്കാം നമുക്ക്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് എന്താ? ഇംഗ്ലീഷിന് എത്രയാണ്? 60 ഡിഗ്രി. നമുക്ക് 60 ഡിഗ്രി മാർക്ക് ചെയ്യാം. അപ്പോൾ പലരുടെയും ചിലവർക്ക് തെറ്റാൻ സാധ്യതയുണ്ട്. ഇവിടെ നിന്നൊക്കെ അളന്ന് നോക്കും. അപ്പോൾ നമുക്കിവിടെ വരച്ചേക്കുന്നുണ്ട്, ഈ സെൻറ്ററിൽ വരച്ചേക്കുന്നുണ്ട്. ഞാനിപ്പോൾ റൈറ്റ് സൈഡിൽ നിന്നാണ് നോക്കുന്നത്, ലൈൻ വരച്ചേക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് സൈഡ് നോക്കുമ്പോൾ ഈ മുകളിലത്തെ 180, 170, 160 ഈ പോയിൻ്റ് എല്ലാം നോക്കേണ്ടത്. അതിന് താഴെയുള്ളതുണ്ടോ? 0, 10, 20, 30, 40, 50, 60. നമ്മൾ ഇംഗ്ലീഷിന് എത്രയാണ് അടയാളപ്പെടുന്നത്? 60. അപ്പോൾ ഈ 60 ഡിഗ്രിയാണ് നമുക്ക് നോക്കേണ്ടത്. ഉണ്ടോ? പ്രൊട്രാക്ടറിൽ 60 ഡിഗ്രി ഇവിടെ ഉണ്ട്, കാണാൻ പറ്റുന്നില്ലേ? 60. അപ്പോൾ ആ 60 ഡിഗ്രി നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. അവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കാം. സിക്സ്റ്റി ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചില്ലേ? അങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ നമ്മൾ അടയാളപ്പെടുത്തി 60 ഡിഗ്രി ഇംഗ്ലീഷ്. അങ്ങനെ ഇതുപോലെ അടയാളപ്പെടുത്താം കേട്ടോ, 60 ഡിഗ്രി ഇംഗ്ലീഷ്. ഇനി നെക്സ്റ്റ് ഇതുപോലെ പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് അടുത്തത് മറാത്തി എത്രയാണ്? 45 ഡിഗ്രി അടയാളപ്പെടുത്തണം. അപ്പോൾ ഇതുപോലെ സെൻട്രലായിട്ട് പ്രൊട്രാക്ടർ വെക്കുക. ഇവിടെ എവിടെ നിന്ന് മെഷർ ചെയ്യേണ്ടത്? ഈ റൈറ്റ് സൈഡിൽ നിന്ന് കേട്ടോ. 0, 10, 20, 30, 40 എത്രയാണ്? 45. ഇവിടെ ഒരു 45 അല്ലേ? ആ 45 അവിടെ മാർക്ക് ചെയ്യും. എന്നിട്ട് ആ 45നോടൊന്നൊരു ലൈൻ വരയ്ക്കാം. ഇനി എന്തായിട്ട് അടയാളപ്പെടുത്തണം? എത്രയാ? മറാത്തിയാണ് 45 ഡിഗ്രി. അവിടെ 45 അടയാളപ്പെടുത്തി മറാത്തി എന്ന് എഴുതുക. നെക്സ്റ്റ് തമിഴ് 35 ഡിഗ്രി അടയാളപ്പെടുത്തണം. അതിനായിട്ട് നമുക്ക് ഇതുപോലെ പ്രൊട്രാക്ടർ വെക്കാം. മറാത്തി ഇപ്പോൾ വരച്ച ലൈനിൻ്റെ അവിടെ പ്രൊട്രാക്ടർ വെക്കാം. എന്നിട്ട് അവിടെ നിന്ന് 35 ഡിഗ്രി.
അപ്പോൾ അളക്കുമ്പോഴത്തേക്കും ഈ താഴെയുള്ള ഈ 10, 20 10, 20, 30, ദെൻ 30ക്കും 40ക്കും ഇടയിലുള്ള ആ വലിയ ലൈനില്ല, അതാണ് 35 ഡിഗ്രി. ഇവിടെ ആ 35 ഡിഗ്രിയിൽ അവിടെ വേണം നമുക്ക് അടയാളപ്പെടുത്താൻ. അവിടെ അടയാളപ്പെടുത്തിയിട്ട് ഒരു ലൈൻ ഇതായിട്ട് കൂട്ടിമുട്ടിക്കുക, സെൻട്രലായിട്ട് കൂട്ടിമുട്ടിക്കുക. അപ്പോൾ അത് തമിഴ് 35 ഡിഗ്രി ആയിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. അങ്ങനെ നമ്മൾ തമിഴ് 35 ഡിഗ്രി അടയാളപ്പെടുത്തി. നെക്സ്റ്റ് ബംഗാളി 20 ഡിഗ്രി. 20 ഡിഗ്രി അടയാളപ്പെടുത്താനായിട്ട് നമ്മളിപ്പോൾ വരച്ച തമിഴിൻ്റെ ആ ലൈനിൽ പ്രൊട്രാക്ടർ ഇതുപോലെ വെക്കുക, വെച്ചിട്ട് 20 ഡിഗ്രി അടയാളപ്പെടുത്തുക. ഇവിടെ നിന്ന് 10, 20 ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുക, ഇവിടെ നിന്ന് 10, 20 ഇപ്പോൾ 20 ഡിഗ്രി ഇവിടെയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നിന്നൊരു ലൈൻ വരച്ചിട്ട് അതെന്തായിട്ട് ബംഗാളി ലാംഗ്വേജ് സംസാരിക്കുന്നവരുടെയാണ്. അപ്പോൾ അവിടെ മാർക്ക് ചെയ്ത് എഴുതുക. അപ്പോൾ നമ്മൾ ബംഗാളി ലാംഗ്വേജ് 20 ഡിഗ്രിയും അടയാളപ്പെടുത്തി. നെക്സ്റ്റ് ഹിന്ദി നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ല. 200 ഡിഗ്രി ഫസ്റ്റ് പൈച്ചാർട്ട് തുടങ്ങിയപ്പോഴേ ഞാൻ പറഞ്ഞു 200 നമുക്ക് ലാസ്റ്റ് അടയാളപ്പെടുത്തുന്നത്. ഇതെല്ലാം കറക്റ്റ് ആംഗിളിലാണ് നമ്മൾ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 200 ആയിരിക്കും. മെഷർ ചെയ്തൊക്കെ അറിയാം, കാരണം പ്രൊട്രാക്ടറിൽ 180 ഡിഗ്രിയേ ഉള്ളൂ. 180 + 20 ഡിഗ്രി വരുമ്പോഴാണ് 200 കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതെല്ലാം വരച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് കിട്ടുന്നത് കറക്റ്റായിട്ട് മെഷർ ചെയ്യുമ്പോൾ 200 കിട്ടും. 200 എന്താണ്? ഹിന്ദി. ഇങ്ങനെ നമ്മുടെ എല്ലാ ഡാറ്റാസും പൈച്ചാർട്ടിൽ അടയാളപ്പെടുത്തി. പൈച്ചാർട്ട് സിമ്പിളല്ലേ? അപ്പോൾ നമ്മൾ ചെയ്യണ ഇത്തിരി ശ്രദ്ധ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമാണ് ഈ സംഭവം. ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക, അതിനുശേഷം സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുക. ഇതുപോലെ ടേബിൾ വരച്ചിട്ട് ചെയ്യണമെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ആ ആംഗിൾസ് എല്ലാം നമ്മൾ പൈച്ചാർട്ടിൽ മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ വാല്യൂസും അതിൻ്റെ ഇപ്പോൾ ഏത് ലാംഗ്വേജ് ആയതുകൊണ്ട് ലാംഗ്വേജ്, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കളേഴ്സ് ആണെങ്കിൽ കളേഴ്സ് എന്താണെന്ന് വെച്ചാൽ അത് ഇവിടെ അടയാളപ്പെടുത്തിയും കൂടെ വേണം. എത്ര ഡിഗ്രിയാണ് അതിൻ്റെ വാല്യൂ മാത്രമല്ല അതെന്താണെന്നുള്ളതും കൂടി അടയാളപ്പെടുത്തണം. പിന്നെ നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കുമ്പോൾ ഇതെല്ലാം ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി വയ്ക്ക് കഴിഞ്ഞാൽ 360 ഡിഗ്രി കിട്ടണമെങ്കിൽ അത് കറക്റ്റാണ്. കാരണം സെൻട്രൽ ആംഗിളിൻ്റെ ഡിഗ്രി 360 അല്ലേ? 360 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ. അപ്പോൾ 360 ഇതെല്ലാം ഈ വാല്യൂസ് എല്ലാം കൂടി ടോട്ടൽ ചെയ്യുമ്പോൾ 360 കിട്ടണമെങ്കിൽ ഇവിടെ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മൾ ചെയ്തേക്കുന്നത് ശരിയാണെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതെല്ലാം സർക്കിളിലും കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.